ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് സൺഡേ മിനി വ്ളോഗാണ്. മോക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മലേഷ്യത്ത് വെച്ചിട്ട്. ഇത് സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷനാണ്, ഇൻറ്റർ സ്കൂൾ കോമ്പറ്റീഷനാണ് അബാക്കസിൻ്റെ. അപ്പോൾ നമ്മളവിടെ ഓൺ ടൈം എത്തി. 1 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. അതിന് മുമ്പ് തന്നെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത്രയും കുട്ടികളും പേരൻസും ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആക്കി കേട്ടോ. 45 മിനിറ്റ്സ് ആയിരുന്നു ടൈം. അപ്പോൾ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാറിലെത്തി അവളുടെ യൂണിഫോം ഒന്ന് മാറ്റി കൊടുത്തു. കാരണം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ യൂണിഫോം ഇട്ടിട്ട് പോകണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് യൂണിഫോം ഒക്കെ മാറ്റി വേറൊരു കാഷ്വൽ ഡ്രസ്സ് എടുത്തിട്ടു. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് വെച്ചെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഗേൾ ബേബീസ് ഉള്ള ഒട്ടുമിക്ക പേരൻസിനും, ഒട്ടുമിക്ക ഞാൻ പറഞ്ഞത് എന്നാൽ കുറച്ച് പേരൻസിനെങ്കിലും ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് അറിയില്ല, അതിങ്ങനെ റിപ്പീറ്റ് മോഡിൽ കേട്ട് ഇപ്പം നമുക്കും അത് ബൈ ഹാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാട്ടെല്ലാം കേട്ട് നമ്മൾ എത്തിയത് നന്ദന പാലസിലായിരുന്നു. നല്ലൊരു മീൽസ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലേഷ്യത്ത് എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ കുറേ ചെക്ക് ചെയ്തപ്പം അങ്ങനെ അധികം സ്പോട്ട്സ് ഒന്നും കണ്ടില്ല. ഉള്ളത് കർണാടക മീലാണ്. അതാണെങ്കിൽ ജിജുവേട്ടന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ആന്ധ്ര മീലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തമിഴ് മീലോ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ BL റോഡിലുള്ള നന്ദന പാലസ് തന്നെയാണ് വന്നത്. എപ്പോഴും വരുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ വന്നു മീൽസ് കഴിച്ചു. പിന്നെ തന്തൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയി ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പുറത്തേക്ക് വന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മാസം മുഴുവനായിട്ടുള്ള ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഡിമാർട്ടിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നേക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു ബാക്ക് പെയിനും ക്ഷീണവും കാര്യങ്ങളൊക്കെ കൊണ്ട് പെട്ടെന്ന് പ്ലാൻ മാറ്റിയിട്ട് അർജൻറ്റായിട്ട് വേണ്ട ഐറ്റംസ് മാത്രം മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർ ബസാറിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ സ്റ്റാർ ബസാറിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ സൂഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ജിജുവേട്ടന് എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. കയറിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജിജുവേട്ടന് വേണ്ടത് കിട്ടിയതും ഇല്ല, എന്നാൽ കയ്യിലുള്ള പൈസ പോവുകയും ചെയ്തു. കാരണം കുക്കു ഇങ്ങനെ ഓരോ ഡ്രസ്സും നോക്കി അവസാനം അവളൊരു ജാക്കറ്റ് കണ്ടുപിടിച്ച് അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ഈ ലൂക്ക മൂവിയിൽ ചന്ദ്ര ഇടില്ലേ, അങ്ങനത്തെ ഒരു ജാക്കറ്റും കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അവസാനം അത് വാങ്ങിക്കേണ്ടി വന്നു. അതും വാങ്ങിച്ചിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഗ്രോസറി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഇളകി. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.